യേശുവിൻ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. Once again, greetings you all in the precious name of Lord and Savior Jesus Christ. നിങ്ങളെ സന്തോഷമാണല്ലോ? Are you all happy? അയ്യോ അല്ല, കരങ്ങളുയർത്തി നന്ദി Can പറഞ്ഞാട്ടെ. we thank our God? നിങ്ങൾക്കിന്ന് നല്ല ആത്മീയ ഭോജനം കർത്താവ് നൽകുന്നതായിരിക്കും. That God is giving you a wonderful revelation to you all വൈകിട്ട് today. നല്ല കിഴിപ്പൊറോട്ടെ നമുക്കായിട്ടുണ്ട്. Some very nice curry parota. അത് കേട്ട് കർത്താവ് ദൈവം തന്ന ചിന്തകളിലേക്ക് നമുക്ക് ഒരുമിച്ച് നമുക്ക് കടക്കാം. കർത്താവ് സഹായിക്കട്ടെ. Let us turn into attention what God has given to me. May God help us. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു വരുന്ന വേദഭാഗങ്ങൾ തന്നെ നിന്ന് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. I still want to continue talking what God has been talking to us for the past few നാം weeks. ലിവിംഗ് വാട്ടറിനെ പറ്റിയാണ് നാം ചിന്തിക്കുന്നത്. We've been talking about the living water. ഞാൻ എങ്ങനെയെങ്കിലും ഇന്ന് തീർക്കണം എന്നുള്ള ചിന്തയിലാണ് വേഗത്തിൽ പോകുന്നത്. രണ്ട് ടോപ്പിക്കുകൾ പറയണം, പക്ഷേ ഓടിച്ച് പറയാനും പറ്റുന്നൊരു സാഹചര്യത്തിലല്ല. എന്നിരുന്നാലും കർത്താവ് നിയോഗിക്കുന്ന പോലെ അവൻ മുൻപോട്ട് പോകട്ടെ. I really wanted to finish this in this week, but may God continue to lead us in how He wants us to lead. യോഹന്നാൻ മക്കൾ എല്ലാവരും എടുത്താട്ടെ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-38 വാക്യം. Let us turn our attention to John chapter 7 verses 37 and 38. എന്താണ്? ജീവജലത്തിന്റെ നദികൾ ഒഴുകുന്നതിനെ കുറിച്ചാണ് നാം ചിന്തിച്ചു വരുന്നത്. We've been thinking about the living water that flows out of his heart. എസെക്കിയേൽ പ്രവാചകന്റെ 47-ാം 47 ആ ചാപ്റ്ററുമായിട്ട് നാം കണക്ട് ചെയ്ത് പറഞ്ഞു വരികയാണ്. We were continuing with 2 Kings chapter 47. ഒന്ന്, നമ്മുടെ മേൽ അന്ധകാരത്തെ ദൈവം മാറ്റി. First it was that God removed the darkness from our life. പവർ നമ്മുടെ മേൽ നൽകി. And we got the resurrection power over us. സ്തോത്രം. രണ്ടാമത് മുട്ടോളം വെള്ളമായപ്പോൾ ദൈവസന്നിധിയിൽ പിശാചിൻ ലോകത്തിനുള്ളിൽ മുട്ടുമടങ്ങി പോകാതെ ദൈവസന്നിധിയിൽ നിവർന്നു നിന്ന് വശീകരണത്തെ ടെംപ്റ്റേഷൻ അകത്ത് നിന്ന് ജയിച്ചു കയറുവാൻ തക്കവണ്ണം ഉയരത്തിലുള്ളത് ചിന്തിപ്പാൻ കർത്താവ് നമ്മളെ ബലപ്പെടുത്തുന്നു. എന്നിട്ട് വന്ന് നമ്മൾ അരയോളം വേസ്റ്റോളം വെള്ളം അരയോളമുള്ള വെള്ളത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ എവിടെ നിൽക്കുന്നത് ഇപ്പം? അരയോളം. എവിടെ നിൽക്കുന്നേ? അരയോളം. ലവി നമ്മൾ എവിടെ ഇപ്പം നിൽക്കുന്നേ? അരയോളം. കറക്റ്റ്. നമ്മൾ അരയോളം നിൽക്കുകയാണ്. അരയോളം വെള്ളത്തിൽ നിൽക്കുക. അപ്പോൾ നമ്മൾ അരമുറുക്കുക എന്നൊരു ഭാഗമാണ് നാം ചിന്തിച്ചു. അതിനകത്ത് കഴിഞ്ഞ ആഴ്ച നാം കേട്ടത് ഏലിയാവ് ആഹാബിന്റെ രഥത്തിന്റെ മുന്നമേ എന്ത് ചെയ്യുക? ആത്മാവിൽ ഓടുന്നതായിട്ട് നമുക്ക് കാണാം. നമുക്ക് ഒരുമിച്ച് ഒരു സ്തോത്രം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 35-ാം വാക്യം. Luke chapter 12 verse 35. മതിയമ്മാവേ. അവിടെ പറയുന്ന മറ്റൊരു പശ്ചാത്തലമാണെങ്കിലും പക്ഷെ ആ വാക്ക് മാത്രം ഒന്ന് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. എങ്ങനെയാണ് ഏലിയാവ് നമുക്ക് സാധാരണ മനുഷ്യൻ എങ്ങനെ കുതിരയുടെ മുന്നമേ ഓടാൻ തക്കവണ്ണം നമുക്ക് എങ്ങനെ ജീവിതത്തിനകത്ത് അങ്ങനെ ഓടിക്കേറാൻ, ഏത് സാഹചര്യത്തെ മറികടന്ന് ഓടിക്കേറാൻ എത്ര പേർക്ക് കഴിയും? സത്യം പറഞ്ഞാൽ നമുക്കെല്ലാം പാടുള്ള കാര്യമാണ്. പക്ഷെ ദൈവം ഒരുവനെ അല്ലെങ്കിൽ അവൻ എങ്ങനെയാണ് അതിലേക്ക് സജ്ജമായി മാറി, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അതിലേക്ക് തയ്യാറെടുപ്പോടെ അവിടം വരെ എത്തിയത് എങ്ങനെയാണ്? But how does a man like me and you get into that race, or how do we get prepared for that? ലൂക്കോസിന്റെ സുവിശേഷം 12:35, Luke chapter 12:35 ഇപ്രകാരമാണ്: be dressed and ready. എന്ന് പറഞ്ഞ dress in readiness എന്നൊരു വാക്കത്തെ കാണുവാൻ കഴിയും. And we see in Luke is saying get ready and be for action. അതായത് ഇങ്ങനെ നിങ്ങൾ അര കെട്ടിയിരിക്കുക. So gird your loins, just stay dressed. മലയാളത്തിൽ ഇങ്ങനെയാണ് അതിന്റെ അർത്ഥം. dressed in readiness എന്ന് പറഞ്ഞാൽ സന്നദ്ധതയോടെ വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ ഏതിനും തയ്യാറായി വസ്ത്രം ധരിക്കുക. So no matter what it is going on, you are ready at all times. ഈ ഡ്രസ് ആൻഡ് റെഡിനെസ്സിന്റെ അതിന്റെ ആ ഒരു ഗ്രീക്ക് വാക്യപ്രകാരമാണ് പെരിഡ്സോണി എന്നറിയപ്പെടുന്ന ഒരു ഗ്രീക്ക് വാക്കാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: to equip oneself with the knowledge of the truth. അതായത് സത്യത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് സ്വയം
സജ്ജരാക്കുക. So another word for saying dress in Greek is perizoni, to dress and equip yourself for action. ഇപ്പൊ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ എങ്ങനെ ഞായറാഴ്ച നിങ്ങൾ ഒരുങ്ങിയത് എങ്ങനെ? So how did you dress for Sunday? നിങ്ങൾ ഞായറാഴ്ച ആരാധനയ്ക്ക് വരുവാൻ നിങ്ങൾക്ക് എന്തെല്ലാം ഒരുക്കമുണ്ടായിരുന്നു? How much readiness do you prepare yourself with when you're coming to ഞാൻ Sunday? കഴിഞ്ഞ ഒന്ന് രണ്ട് ഭാഗങ്ങൾ പറഞ്ഞു, പക്ഷെ അതിലേക്കല്ല പോകുന്നത്. വീണ്ടും ഞാൻ ചോദ്യം ചോദിക്കുകയാണ്, യൗവനക്കാരെ, നിങ്ങൾ ഈ ഞായറാഴ്ച ആരാധനയ്ക്ക് ഇവിടെ നിന്ന് വായിച്ചവരുണ്ട്, പാടിയവരുണ്ട്, അവിടുന്ന് ആരാധിച്ചവരുണ്ട്, നിങ്ങൾ ഇവിടെ നിന്ന് ആരാധിച്ചവരുണ്ട്, പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് ഈ ആരാധനയ്ക്കായി ഒരുങ്ങിയത്? There's those who play the instruments and sing, and those who all are sitting out there. How did you prepare for today? പലപ്പോഴും നമ്മൾ എല്ലാറ്റിനും ഉണ്ട് മുൻപിൽ. Oftentimes we're always in front of everything. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ഒരുക്കത്തിനകത്തേക്ക് വന്നെങ്കിൽ മാത്രമേ അരകെട്ടാൻ നമുക്ക് But കഴിയൂ. only if we go for the desire of how God wants us to prepare, then only we can gird or dress ourselves ഈ for action. അരകെട്ടിയെങ്കിലേ നമുക്ക് ഓട്ടക്കളത്തിൽ ധൈര്യത്തോടെ ഓടാൻ കഴിയൂ. Only if we tie our clothes is only when we can run ahead. അങ്ങനെ ഓടിയെങ്കിലേ നമ്മുടെ പിന്നാലെ അല്ലെങ്കിൽ നമ്മുടെ മുൻപിൽ കയറി ഓടേണ്ട ആഹാബിന്റെ ചാരിയറ്റിനെ അല്ലെങ്കിൽ രഥത്തെ പിന്നിലാക്കി നമുക്ക് അതിന് മുൻപിൽ ഓടണമെങ്കിൽ നാം തയ്യാറാകണം, നാം അരകെട്ടണം, എങ്കിലേ നമുക്ക് ഓടാൻ കഴിയൂ. Only if we can get ahead of Ahab and his army, it's only if we gird ourselves and prepare ourselves for that war. അപ്പോൾ എങ്ങനെയാണ് ഈ ഏലിയാവ് ഇതിനായി ഒരുങ്ങിയത്? So how did Elijah prepare for this? ശാന്തമായ നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് ഈ വചനം കയറണം. This in a very calm way, this word needs to enter your നിങ്ങൾ heart. കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തിനകത്ത് As I say these words, the prayer needs to start entering into your നിങ്ങളുടെ heart. വലതുകരം സ്വർഗ്ഗത്തിലേക്ക് Can you ഉയർത്തിപ്പിടിച്ച് raise your left hand in the eye? എന്നിട്ട് ഒരു വാക്കൊന്ന് പറ, കർത്താവ് എന്നെ ഇന്ന് പകലൊന്ന് തൊടണമേ. God, would you touch me today? പാസ്റ്റർ ഫിന്നി പ്രസംഗിക്കുന്നുണ്ടല്ല, ആശ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടല്ല, ദൈവവചനത്തിന്റെ ശക്തി ഒന്ന് തൊടണമേ. Not because we are translating or preaching, but God's presence, you need to touch us. നിങ്ങളുടെ ഹൃദയത്തിൽ അപ്പനോടൊന്ന് പറ, Can you say from the bottom of your heart to your എന്നെ Father, ഒന്ന് തൊടണമേ God, would you കർത്താവേ. touch me today? ഒരുപക്ഷെ ഏത് ഹൃദയ തകർച്ചയോടിരിക്കുന്ന വ്യക്തിയായാലും ഏത് വിഷയത്തോടിരിക്കുന്ന വ്യക്തിയായാലും ദൈവം നിങ്ങളെ ഒരുക്കുവാൻ സജ്ജരാക്കുവാൻ ദൈവം നിങ്ങളെ No ബലപ്പെടുത്തും. matter how brokenhearted you are, God is ready to prepare you and gird ജനത്തിന് your മേൽ clothes. ആത്മീയ അധികാരത്തോട് അടിയുന്ന പകൽക്കാലം ഏറ്റെടുത്ത് ശുശ്രൂഷിക്കുന്ന കർത്താവേ, ഈ അന്തരീക്ഷത്തെ മേഖല യേശുവിന്റെ നാമത്തിൽ മുദ്രയ രക്തത്താൽ ജയം. നോക്കിക്കേ, അപ്പോൾ ഏലിയാവ് എങ്ങനായി ഒരുങ്ങിയത്? So how did Elijah prepare? ഒന്ന് വായിക്കാം. ഫസ്റ്റ് കിങ് ചാപ്റ്റർ 17 വേഴ്സസ് 1 and 2. അടുത്ത വാക്കാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. മതി, ഇനി അടുത്ത വാക്ക് വായിച്ചാൽ. ഓക്കെ, നോക്കിക്കേ, ഈ രണ്ട് വാക്കിനകത്തും ഇപ്രകാരമാണ്. ഒന്ന്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. അടുത്ത വാക്യമാണ് വേഴ്സ് 2, പിന്നെ അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ. ഈ രണ്ട് വാക്കുകൾ എവിടെ കാണാൻ കഴിയും? And we see here in 2 verses, as the Lord the God of Israel lives, and the word of the Lord that came to അപ്പോൾ him. നോക്കിയേ, ഈ രണ്ടാം വാക്യം തുടങ്ങുന്നത് എങ്ങനെ? How does the second verse start? എങ്ങനെ തുടങ്ങുന്നേ? പിന്നെ അവന്. And then the Lord of Lord. പിന്നെ അവൻ എന്ന് പറയുമ്പോൾ അതിന് മുൻപും ഏലിയാവിന് എന്നാ ഉണ്ടായിട്ടുണ്ട്? യഹോവയുടെ ആ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയ ആമേൻ അരുളപ്പാട് ഒരിക്കലെങ്കിലും പ്രവാചകന്മാരെങ്കിലും കേട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി ശക്തമായി നന്ദി പറഞ്ഞാട്ടെ. നമ്മളെല്ലാം കേട്ടിട്ടുള്ളവരാണ്. അപ്പൊ നോക്കിക്കേ, പിന്നെയും ഉണ്ടാകാൻ കാരണം മുൻപ് അവന് ഉണ്ടായിട്ടുണ്ട്. And if there's another and, there's something that happened before that. ഒന്നാം വാക്യത്തിൽ അത് അങ്ങനെ പറയുന്നില്ല. But it's not saying in verse 1 there. രണ്ടാം വാക്യത്തിൽ വായിക്കുമ്പോഴാണ് ദൈവം അരുളി ചെയ്തിട്ടാണ് കൊട്ടാരത്തിനകത്തേക്ക് കേറിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. And we see verse 2, and the word of the Lord, then he departs and goes to the brook over there. 1 Kings chapter 18 verses 1 ലേക്ക് ഒന്ന് വന്നേ. 1 Kings 18 verse 1. അവിടെ ഏലിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. രണ്ടാം വാക്യം ഒന്ന് വായിച്ചേ. നോക്കിയേ, ഇവിടെ കാണാൻ കഴിയുന്നത് ഏലിയാവിന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായിട്ട് ആഹാബിനെ തന്നെ കാണിക്കാൻ പോകുന്നു. So Elijah receives the word of the Lord and he's going to show himself to Ahab. അപ്പോൾ ഏലിയാവേ, ഇതിനകത്ത് എങ്ങനെ നീ നിന്നെ തന്നെ ഒരുക്കിയത്, സ്വയം സജ്ജമായത് എങ്ങനെ? So Elijah, how did you prepare yourself for this? കാരണം ഏലിയാവ് അവിടെ അനുസരിച്ചത്
അല്ലെങ്കിൽ ഏലിയാവ് ഭയപ്പെട്ടത് രാജകൊട്ടാരത്തെയല്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു ഏലിയാവ് അനുസരിച്ചത് രാജകൊട്ടാരത്തിന്റെ കൽപ്പനകളെയോ രാജ്യ അധികാരത്തെയോ അല്ല, രാജാതി രാജാവായ കർത്താവിന്റെ ശബ്ദത്തെ അവൻ അനുസരിച്ചു. So Elijah did not listen to the king of Ahab, but he listened to one voice as the King of Kings and the Lord of Lords. ഏലിയാവ് നീ കുതിരയുടെ മുൻപിൽ ഓടിയത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. Elijah, we love that you ran ahead of the horses. ആ കാലുകൾ എനിക്കും വേണം. I need those legs. എനിക്കും ചിലതിനെ ഓടിക്കേറണം. I need to go ahead of some എനിക്ക് things. ചില നന്മകളെ I need ഓടിപ്പിടിക്കണം. to go ahead and receive some goodness. പക്ഷേ യഹോവയുടെ അരുളപ്പാടുകളെ അതുപോലെ അനുസരിപ്പാൻ ആമൻ ഏലിയാവ് തയ്യാറായപ്പോഴാണ് തന്റെ സാധാരണ കാലുകൾക്കകത്ത് സൂപ്പർ നാച്ചുറൽ അസാധാരണമായ ശക്തി പകർന്നത്. But when Elijah decided to listen to the voice of the Lord, was a supernatural change that happened within his legs there. മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ സൂപ്പർ നാച്ചുറൽ എൻകൗണ്ടർ നിങ്ങൾക്ക് Do you വേണമെങ്കിൽ want a supernatural encounter? നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദത്തെ Then അനുസരിക്കണം. you have to listen to the voice of God. മാതാപിതാക്കളെ, നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു സൂപ്പർ നാച്ചുറലായി ഓടി വാഗ്ദത്തങ്ങൾക്കകത്തേക്ക് കയറണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ശബ്ദത്തെ മുഖം നോക്കാതെ അനുസരിക്കുന്നവരായി If മാറണം. you want supernatural things to start happening in your family, then you need to start listening to the voice of ഇന്നുപോലെ എത്ര God. പേരാണ് തയ്യാറാണ്? How many of you want to be ready for that? ആഗ്രഹമുള്ളവർ കരങ്ങൾ ഉയർത്തി How many of the കർത്താവിന് desire സ്തോത്രം thank ചെയ്താട്ടെ. God? ആമേൻ. പക്ഷേ നമ്മളെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളും എല്ലാം ദൈവത്തിന് അനുസരിച്ച് നടക്കുന്നവർ. Many of us, all of us here say we always listen to the voice of God. പക്ഷെ എന്നാലും ഞാൻ നിങ്ങളും എല്ലാം എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, നമുക്കങ്ങോട്ട് പറ്റുന്നില്ല. But there's some voices that we always say, I can't do എങ്കിലും this. എനിക്ക് അങ്ങോട്ട് ഉയരാൻ I'm പറ്റുന്നില്ല. not able to be able to rise എനിക്ക് up. അത്രത്തോളം അങ്ങോട്ട് വചനം ധ്യാനിക്കാൻ I'm not പറ്റുന്നില്ല. able to dwell in the എനിക്ക് word. അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ I'm not പറ്റുന്നില്ല. able to pray more. ആഗ്രഹമുണ്ട് പാസ്റ്റർ, സ്പിരിച്വലി നിങ്ങൾ ചിന്തിക്കട്ടെ, പാസ്റ്റർ പറഞ്ഞോടാ, നിങ്ങൾ എന്നോട് പറഞ്ഞോണ്ടോ, അതൊന്നുമല്ല. ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും പറയുന്ന കാര്യങ്ങളാണ്. നമുക്ക് അങ്ങോട്ട് ആത്മീയമായി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങോട്ട് മുൻപോട്ട് പോകാൻ But spiritually, കഴിയുന്നില്ല. somewhere along the way, we can't move forward. പക്ഷെ നമ്മൾ പറയും, നിങ്ങൾ അനുസരിക്കുന്നുണ്ടോ? യെസ്, അനുസരിക്കുന്നുണ്ടോ. But we always say, are you listening? And yes, we എന്തിനാ are. അനുസരിക്കും? വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരുവരെതിരെ പോയി കള്ളസാക്ഷ്യം പറയുന്നില്ല, ഒരുവരെതിരെ കേസ് കൊടുക്കുന്നില്ല, കൃപയിൽ അഡൽട്ടറിക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ ആരെയും കൊല്ലുന്നില്ല, അല്ലെങ്കിൽ ഒന്നിനും പോകുന്നില്ല, ഒരു പിടിച്ചു പറിക്കാൻ പോകുന്നില്ല, മോഷണത്തിന് പോകുന്നില്ല. ഈ വലിയ വലിയ കാര്യങ്ങൾ കർത്താവേ ഞാൻ അനുസരിക്കുന്നവനാ. I'm not doing any of these big sins, murdering or killing or lusting or anything. I'm someone who always listens. പക്ഷെ ഇവിടെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ആമൻ ഏലിയാവിന് പബ്ലിക്കിലല്ല ആമൻ സ്തോത്രം താൻ ദൈവ ശബ്ദം കേട്ടത്. But something we need to understand, Elijah did not hear the voice of God somewhere publicly. താൻ ഒറ്റയ്ക്കായിരുന്നപ്പോൾ ദൈവം തന്നോട് എന്തു പറഞ്ഞോ അതനുസരിക്കാൻ തയ്യാറായപ്പോൾ പബ്ലിക്കിൽ തന്നെ ദൈവം ഓടിച്ചു. But when he was in private and prayer, when the voice of God came upon him, himself ran in എന്റെ മക്കളെ, publicly. നിങ്ങളുടെ പബ്ലിക് ലൈഫ് അല്ല വിഷയം, നിങ്ങളുടെ പ്രൈവറ്റ് ലൈഫ് ആണ്. It's not worthy of your public life, but what's worthy is your private life. ആമേൻ. ദൈവസഭകളെ, അവിടെ ഈ ദൂതൊക്കെ നമ്മുടെ ഉള്ളിലോട്ടൊന്ന് കയറണം. This voice needs to enter your hearts. ആമേൻ. പബ്ലിക് പ്രൈവറ്റ് ലൈഫ് ഞാൻ എന്നാ ചെയ്യാനാ? What am I supposed to do privately? പക്ഷേ നമ്മുടെ ഹൃദയങ്ങൾക്കകത്തെ ചിന്തകളെയും ഇഷ്ടങ്ങളെയും ആമേൻ കർത്താവിനെ നിയന്ത്രിക്കുന്നതല്ലെങ്കിൽ ഓർത്തോ, ആമേൻ, നാം ദൈവവചനം അനുസരിക്കുന്നു പറയുകയും ആമേൻ ദൈവവചനം അനുസരിക്കുന്നവരല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് കർത്താവ് പറയുക. But if you don't have the likeness of God, let me tell you one thing, you need to listen to the voice of God for some things to happen in your life. എപ്പോഴും ബ്ലെസ്സിങ്ങൾ പറയാറുണ്ട്, പാടാറുണ്ട്, ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ. എന്താണ് അത്? ആർക്കാ? For who? അതാണ് കറക്റ്റ്. കർത്താവിന്റെ കുഞ്ഞുങ്ങൾക്ക് ആനന്ദമാ. അതിൻ്റെ അർത്ഥം ഈ എഴുതിയ വ്യക്തി കഷ്ടതയൂടെ പോയില്ലെന്ന്. എൻ്റെ ദൈവമേ, ഇട്ടുമൂടാൻ പട്ടിണിയും കഷ്ടതയും ഉടുതുണിക്കും അത് പറഞ്ഞു മനസ്സിലാവുന്ന ഉടുതുണിക്കും മറുതുണിയില്ലാതെ മാറിയിടാൻ നല്ലൊരു ചെരുപ്പ് പോലും. എന്തിനേറെ പറയുന്നു, പണ്ടത്തെ വീടുകളിലൊക്കെ ചെന്നാൽ ഈ ചീപ്പുണ്ടല്ലോ, മുടി ചീകുന്ന ചീപ്പ്, അതിൻ്റെ ഒരു കാല് കാണത്ത് അല്ലെങ്കിൽ ഒരു കമ്പ് കാണത്ത്, രണ്ട് കമ്പ്, 3-4 മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് ചീപ്പി മുടി ചീപ്പി വന്നവരുടെ പിൻതലമുറകളാണ് ഞാനും നിങ്ങളുമൊക്കെ. ഒരു കാര്യം നന്നായിട്ട് ഓർത്തോണം, അവരന്ന് ഇല്ലായ്മയിൽ പാടിയപ്പോൾ അതിനകത്തും ആനന്ദം കണ്ടെത്തിയെങ്കിൽ നമുക്കെല്ലാം ഉള്ളപ്പോഴും ആനന്ദം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ഒരു കാര്യം ഓർത്തോ, രഹസ്യമായി എവിടോ 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 കൽപ്പനകളെ അനുസരിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുന്നില്ല. Somewhere around the way, secretly we're not able to listen to the voice of God. അപ്പോൾ കർത്താവ് പറഞ്ഞു, ചെറിയ കാര്യത്തിനകത്ത് നാം അനുസരണമുള്ളവരായി. So something in small things we need to turn to obedience.
അങ്ങനെയെങ്കിൽ നാം വായിച്ച കേട്ട വേദഭാഗം ലൂക്കോസ് സുവിശേഷം ഇപ്രകാരമാണ്: നിങ്ങൾ അര കെട്ടിയാൽ കെട്ടി വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ എന്നാ. അത് കത്തിക്കൊണ്ടേ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാ പറയുന്നത്, അത് കത്തിക്കൊണ്ടേ ഇരിക്കട്ടെ. And you need, in Luke 7, you need to gird and prepare yourselves, and the fire needs to be burning there. അപ്പോ എങ്ങനെയാണ് ഈ വിളക്കിനെ കത്തിച്ചുകൊണ്ടിരിക്കാൻ And how do I കഴിയുന്നത്? continue to keep this firing? എന്റെ ദൈവജനമേ, ഈ വിളക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയുണ്ട്. And there's the biggest part of the something നമുക്കറിയാം, of this. ദൈവം എന്ന് പറഞ്ഞത് ആമേൻ ഭൂമിയുടെ ആര് വിളക്ക് അല്ലെങ്കിൽ വെളിച്ചം ദൈവമാണ്. നമുക്ക് നന്നായിട്ട് And അറിയാം. we know the light of the world is God himself. അപ്പോൾ എപ്പോഴും ഇത് കത്തിക്കൊണ്ടിരുന്നാലേ എനിക്ക് മുൻപോട്ട് പോകാൻ And only if കഴിയത്തുള്ളൂ. this vessel is still with fire, I can move ഞാൻ ഇങ്ങനെ forward. പറയാം, ഒരു ദൈവ പൈതലെ സംബന്ധിച്ച് സൂര്യന്റെ വെളിച്ചമോ ഇവിടെ കാണുന്ന ഈ വെളിച്ചമോ അല്ല എന്റെ പാത കാണിച്ചു തരുന്നത്. The children of God's light is not the sun or any of the lights that you see here to move forward. ഞാനും നിങ്ങളും മുൻപോട്ട് പോകുന്നത് സൂര്യന്റെ വെളിച്ചത്തിലല്ല, ദൈവത്തിന്റെ വചനമാകുന്ന ദൈവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാനും നിങ്ങളും മുമ്പോട്ട് It is not പോകുന്നത്. the light or the sun that keeps us morning, but it's the light of God himself who pushes us and എന്റെ moves us യൗവനക്കാരുടെ forward. ഹൃദയത്തിൽ വ്യക്തമായി അത് കയറണം. That in the young ones, it needs to enter your മക്കളെ, hearts. നിങ്ങളുടെ വിദ്യാഭ്യാസം, കഴിവ്, പ്രാപ്തി, ആരോഗ്യം കൊണ്ടൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് നിയന്ത്രിക്കാമെന്ന് പറഞ്ഞവൻ നന്നായി സ്പീഡിൽ ഓടിക്കാറില്ലേ? You and I drive it with knowing that with high speed I can still പക്ഷെ ഒരു drive. കാര്യം ഓർത്തോ മോനെ, നമ്മളൊക്കെ വിചാരിക്കും നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ജീവിതമാണെങ്കിൽ നിങ്ങളുടെ മമ്മിയും പപ്പയ്ക്ക് ഇത്ര കഷ്ടപ്പെട്ട കാര്യമുണ്ടോ? Is there a reason for your parents to still struggle that way? If നമ്മുടെ that way, ലൈഫിലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല. me and you cannot lead our lives on പക്ഷെ our own. ദൈവമാകുന്ന വെളിച്ചം കാണിച്ച വഴിയിൽ കൂടെ പോകുന്നതാണ് നമ്മുടെയൊക്കെ ഒരു വിടുതൽ എന്ന് But the പറയുന്നത്. healing that we receive is us walking in the light of God himself. എങ്ങനെ ഈ അരമുറുക്കാൻ നമുക്ക് സജ്ജമാകും? അരമുറുക്കണമെങ്കിൽ ആമേൻ എന്ത് ചെയ്യണം? ആമേൻ ഈ വെളിച്ചം എപ്പോഴും കത്തിയെങ്കിൽ മാത്രമേ ഈ അര എപ്പോഴും മുറുകി തന്നെ ഇരിക്കത്തുള്ളൂ. Only if the vessel is constantly burning and has fire, and is the only way we can gird our loins and prepare ourselves. സദൃശ്യവാക്യങ്ങൾ Proverbs chapter 6 verses 23 ഒന്ന് വായിച്ചാട്ടെ. എല്ലാവരും ബൈബിൾ എടുത്ത മക്കൾ, എല്ലാം ബൈബിൾ എടുത്തേ. മതി. കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവുമാണ്. For the commandment is a lamp and the teaching a light. അപ്പോൾ ദൈവത്തിന്റെ കൽപ്പന ആമേൻ വെളിച്ചമാണെങ്കിൽ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നവന് ആ വെളിച്ചം ഒരു പ്രകാശമായി ആ വഴിയെ കാണുവാൻ So if the കഴിയും. commandment is the lamp, and if God himself is the commandment, our lamp, then there will be a light that ഞാൻ happens വാക്യം there. വായിച്ച് മുൻപോട്ട് അങ്ങ് പോവുകയാണ്. You will understand moving forward. സങ്കീർത്തനങ്ങൾ 19 Psalms 19 verses 8 ഒന്ന് വായിച്ചേ. The precepts of the Lord are right, rejoicing the heart. The commandment of the Lord is pure, enlightening the eyes. Psalms 19 verses 8. യഹോവയുടെ ആജ്ഞ നേരുള്ളവ, അവ ഹൃദയത്തെ എന്ത് ചെയ്യുക? സന്തോഷിപ്പിക്കുക. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അപ്പൊ മനസ്സിലാക്കുക, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ജോലിയും നമുക്ക് ജീവിക്കാനൊരു ചുറ്റുപാടും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകളെ കോംപ്രമൈസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവരാണ് പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാർ. Me and you as Pentecostals who has great works and jobs, me and you compromise the commandment of God. നിങ്ങൾ ഇനി എന്നാ പറഞ്ഞാലും അത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. No matter what you say, it's what's happening amongst us. ചോദിച്ചു നോക്കിയാൽ മതി. Ask yourselves. പക്ഷെ ഒരു കാര്യം വ്യക്തമായി മനസ്സിൽ, ഇവിടെ കർത്താവ് പറയുക, ആമേൻ, ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നത് ലോകത്തിലെ ഒന്നുമല്ല എൻ്റെ ആമേൻ കൽപ്പനകളാണ്. What rejoices our heart is not something in this world, but it's the commandment of God. അത് മാത്രമല്ല, എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നത് ഈ കൽപ്പനയാണ്. Not only that, but what enlightens my eyes is the commandment of God. കർത്താവേ, എൻ്റെ കണ്ണ് നല്ല പ്രകാശം കൊണ്ട് കാണാൻ So കഴിയുമല്ലോ. you can say yourself, my eyes I can see very well. മനസ്സിലാക്കണമെങ്കിൽ എഫേസ്യ ലേഖനത്തിനകത്ത് എല്ലാവർക്കും അറിയാം, 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 16, 17, 18 വരുമ്പോൾ ആമേൻ പൗലോസ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? ഇവരുടെ അകക്കണ്ണ് തുറക്കണമേ, enlightening their heart എന്ന് പറഞ്ഞാൽ ഇവരുടെ അകക്കണ്ണ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. And Paul is writing to Ephesians, he prays like this: God, would you enlighten their inner hearts or inner eyes? എങ്ങനെയാണ് ഒരു ഇന്നർ ഹാർട്ടിന്റെ കണ്ണ് തുറക്കുന്നത്? So how do you open the eyes of the inner heart? ഒന്നും വേണ്ട, ഈ വചനം You don't അനുസരിച്ചാൽ need മതി. anything else, just listen to the voice എന്റെ of God. ദൈവമേ, വചനം അനുസരിക്കാൻ ഒരു വ്യക്തി തയ്യാറായി കഴിഞ്ഞാൽ പുറമേ നോക്കുന്നത് പോലെയല്ല, ആമൻ അകമേ ഉള്ള കണ്ണിനാൽ ഏത് വിഷയത്തെയും ആത്മാവിൽ ധൈര്യത്തോടെ നേരിടുവാൻ ഒരു ഭക്തന് കഴിയും. And if a righteous man has his inner eyes open, no matter what he goes through, he can overcome them problems. How many of understand this? കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ. എന്നിട്ട് പറ, കർത്താവേ, എന്റെ അകക്കണ്ണൊന്ന് And they say, തുറക്കണമേ. God, would you open my inner eyes? നിരാശകൾ നീങ്ങി Let the മാറട്ടെ. problems move away in the name of Jesus. ചിന്തകളുടെ ആകുലതകൾ നീങ്ങി Let our മാറട്ടെ. unwavering
thoughts be gone. ഹൃദയത്തിനകത്തൊരു ഒരു വെയിറ്റ് എന്നെ കാണിക്കാൻ ആ ഒരു കല്ലുപോലെ ഭാരങ്ങൾ ആമേൻ നീങ്ങി മാറട്ടെ എന്ന് പകൽ. Let the burdens of our heart move away. ആ വചനത്തിന്റെ ശക്തി അവരുടെ ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങട്ടെ. Let the power of God himself come in us. യേശുവിന്റെ നാമത്തിൽ ചില ഹൃദയങ്ങൾക്കകത്ത് ഭാരം 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 ഒരു വെയിറ്റ് ആയി ഇരിക്കുന്ന മേഖലകളെ അവൻ വചനത്തിന്റെ ശക്തിയെ കൽപ്പനയാൽ അതിനെ ഞങ്ങൾ ആത്മാവിൽ റിലീസ് ചെയ്യാണ്, അതിനെ ക്യാൻസൽ ആക്കുകയാണ്. അതിന്മേൽ ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. Let the burdens of God be gone in the name of Jesus. യേശുവിന്റെ നാമത്തിൽ കരങ്ങൾ കർത്താവ് നന്ദി പറഞ്ഞാട്ടെ. Raise our hands. ഹല്ലേലൂയ. നോക്കിക്കേ, അകക്കണ്ണ് തുറക്കണം. So let the inner eyes awaken. Okay, ഇനി Psalms 119 119 verses 130. ആമേൻ. സംഗീതം 119ന്റെ ആമേൻ 30 എല്ലാ യൗവനക്കാരെടുത്ത് വായിക്കണം കേട്ടോ. അതാ ഈ അവിടെ അൺഫോൾഡിംഗ് എന്നൊരു വാക്കാ കൊടുത്തു എന്ന് പറഞ്ഞ വചനങ്ങളുടെ വികാസനം പ്രകാശപദമാകുന്നു. We see the unfolding of words gives us light. നോക്കിയേ, ഈ അൺഫോൾഡിംഗ് അതിന്റെ അർത്ഥം ഞാൻ നോക്കി പ്രകാരമാ ഓപ്പണിംഗ് എൻട്രൻസ് അല്ലെങ്കിൽ ഡോർ വേ എന്നൊരു വാക്കുണ്ട്. And we see in the opening we see the opening or door entrance. എന്നെ നോക്കി എല്ലാ മാധവക്കെ ശ്രദ്ധിച്ച് നോക്കിയേ, ഈ വാതിൽ തുറന്നെങ്കിലേ ഒരുവൻ അകത്തോട്ട് കയറാൻ കഴിയും. Only if I open the door one can enter through there. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ ജ്ഞാനം മക്കൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ജോലി സ്ഥലത്തും നിങ്ങൾക്കൊരു പ്രത്യേക ജ്ഞാനവും ദൈവത്തിന്റെ കൃപ ലഭിക്കണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ വചനങ്ങൾ അകത്തേക്ക് കയറാൻ വാതിലൊന്ന് തുറന്നാൽ ഒറ്റ കാര്യം പറയാം, നിങ്ങൾ എവിടെ നിന്നാലും നിങ്ങൾക്ക് ആ കമ്പനി അല്ലെങ്കിൽ ആ കമ്പനിയിലോ നിങ്ങൾ എവിടെ ജോലി സ്ഥലത്തോ സ്കൂളിലോ നിങ്ങളെ മാറ്റി നിർത്താൻ പറ്റാത്തൊരു വ്യക്തിത്വമാക്കി ദൈവം നിങ്ങളെ മാറ്റാൻ ഒറ്റ കാരണമുള്ളൂ, നമ്മുടെ ബുദ്ധി ജ്ഞാനവുമല്ല, ആമേ തുറക്കാൻ കഴിയുന്ന ഈ ദൈവ വചനത്തെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളെ മാറ്റി നിർത്താൻ ആർക്കും കഴിയും. If you open the doors of your heart and the unfolding word comes in your life, no matter where you're standing, nothing can move you apart. മക്കളെ, ഇതെല്ലാം അരമുറുക്കുന്നതിന്റെ ആമേൻ 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 അരമുറുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. Remember, I'm talking about girding your garments. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മുൻപോട്ട് ഓടാൻ കഴിയും. Only if I gird my garments I can move forward. അപ്പോൾ നോക്കിയേ, അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കാൻ എൻ്റെ ദൈവത്തിന് ഇതിനാൽ കഴിയും. So those who don't have wisdom or knowledge, the word of God himself grants you that wisdom. സങ്കീർത്തനം 43:3 Psalms 43 verses 3 നോക്കിക്കേ. മതി അമ്മമ്മേ, നിന്റെ പ്രകാശവും സത്യവും അടുത്ത വാക്കെന്താ? ആമേൻ എന്നെ നടത്തുമാറാകട്ടെ. Send out your light and truth and let them lead me. അപ്പോൾ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിങ്ങൾ പോയേക്ക്, എസെക്കിയേൽ ചാപ്റ്റർ 47ലേക്ക് നിങ്ങൾ പോയേ. Go to Ezekiel chapter 47. അവിടെ എന്താ കാണുന്നത്? അതിന്റെ 3-4 വാക്യം ഒന്ന് വായിച്ചേ. എസെക്കിയേൽ ചാപ്റ്റർ 47 3 and 4. എന്താ വായിച്ചോ? എന്നെ വെള്ളത്തിൽ കൂടെ കടക്കുമാറാക്കി. He himself took me into the water. സങ്കീർത്തനം 43:3 Psalms 43:3 ഒന്ന് വന്നേ. എന്താ വായിച്ചേ? പ്രകാശം സത്യവും ഐശ്വര്യമേ അവ എന്നെ നടത്തുമാറാക്കി. അപ്പോൾ വെള്ളത്തിനകത്തുകൂടെ ഒരു ഭക്തനെ അടുത്ത തലത്തിലേക്ക് നയിച്ചത് ദൈവവചനമാകുന്ന പരിശുദ്ധാത്മാവാണ്. So what has led someone into the water? It is the Holy Spirit himself. ഞാൻ അന്യഭാഷ പ്രാപിച്ചുകൊണ്ട് കാര്യമില്ല. Not because there's no reason if I receive speaking. ആത്മാവിൽ ആരാധിക്കുന്ന കാര്യമില്ല. Not because I worship him. അതിനകത്തൂടെ നടക്കണമെങ്കിൽ ഈ കൽപ്പനകൾ അനുസരിച്ചെങ്കിൽ മാത്രമേ അതിനകത്തൂടെ നടന്ന അടുത്ത തലത്തിലേക്ക് But if only if you want to go to another level and go deeper, the voice of God has to come upon your life. Amen. സ്തോത്രം. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ കൊതി വേണ്ട, ദൈവമേ എനിക്ക് ഇത്രയും പോരാ എന്ന ജോലിയിലല്ല കൊതി വേണ്ടത്, സമ്പത്തിലല്ല കൊതി വേണ്ടത്, ഈ വീടിലല്ല അതൊക്കെ വേണ്ടതല്ല, വീടിലല്ല കൊതി വേണ്ടത്, ഇത്രയും എനിക്ക് കുറച്ചുകൂടെ ലഭിക്കണം എന്നുള്ള കൊതിയല്ല വേണ്ടത്. കൊതി വേണ്ടത്, കർത്താവ് എനിക്ക് ഇത്രയും പ്രാർത്ഥിച്ചാൽ പോരാ, എനിക്ക് ഇത്രയും പാടിയാൽ പോരാ, എനിക്ക് ഇത്രയും ആരാധിച്ചാൽ പോരാ, എനിക്ക് ഇത്രയും അഭിഷേകം പോരാ, എനിക്ക് ഇത്രയും അന്യഭാഷ പോരാ എന്നുള്ള കൊതിയോടെ നിങ്ങൾ അതിനകത്തൂടെ നടക്കാൻ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകണം. That you have, it should not be your job or money or house, but the eagerness should be, I want more of my prayer life, I want more of a spiritual level, I want more of you, oh God. എൻ്റെ ഹൃദയം തുറന്ന് യൗവനക്കാരെ മക്കളെ ഞാൻ ഹൃദയം തുറന്ന് പറയാം,
ഈ ലോകത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ കൊതിയുണ്ടെങ്കിലും പക്ഷെ ആത്മാവിൽ നിങ്ങൾക്കൊരു കൊതിയില്ലെങ്കിൽ ഞാൻ പറയാം മക്കളെ നിങ്ങളുടെ ജീവിതം ഫെയിലർ. No matter what you want in this world, if you have no spiritual longing or wanting, your life is completely a fail. Amen. എൻ്റെ പിതാവ് എന്നോട് എപ്പോഴും പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടിട്ടുണ്ട്. The statement that my father always said. എന്നോട് എപ്പോഴും പറയും. He would always say. നിങ്ങൾ ലോകത്തിൽ എത്ര ഉയരത്തിൽ എത്ര നന്മകൾ ലഭിച്ചാലും എത്ര ഉയർന്ന വിദ്യാഭ്യാസം ലഭിച്ചെങ്കിൽ എന്നാ പദവി നിങ്ങൾക്ക് ലഭിച്ചാലും പക്ഷേ ഈ കൽപ്പന വിട്ട് ആമേൻ പുറകോട്ടല്ല ഒരു പടി മുൻപോട്ട് നിങ്ങൾ പോകുന്നവരാകണം. No matter how much you go high in life or no matter what position you get, you need the word of God to move higher. വീണ്ടും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്രകാരമാണ് പറയുന്നത്, എടാ നീ എനിക്കൊന്നും സമ്പാദിച്ചല്ല, പക്ഷെ നിന്റെ സമ്പാദ്യം നിന്റെ വിശ്വസ്തതയും ദൈവസന്നിധിയിൽ നീതിയുള്ള ഹൃദയവും ദൈവസന്നിധിയിൽ ആഗ്രഹത്തോടെ പോകുന്ന ഒരു ക്രിസ്തീയ ജീവിതമായിരിക്കണം നിനക്ക് എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പാദ്യം. The only thing I desire of you, my son, is to live in a righteous and a holy life, living towards eternity. മാതാപിതാക്കൾ എത്ര പേർക്ക് നിങ്ങളുടെ തലമുറകളെ കുറിച്ച് ഒരു ആഗ്രഹം അങ്ങനെ ഉണ്ട്? Parents, how many of you have a desire like that for your children? എത്ര പേർക്ക് അങ്ങനെ ആഗ്രഹം തലമുറകളെ കുറിച്ച് ആഗ്രഹം അങ്ങനെ ഉണ്ട്? How many have a desire for your children? അങ്ങനെ ആഗ്രഹം വേണമെങ്കിൽ തലമുറകൾ നിങ്ങളെയും അതിലെ കാണണം. And the children themselves need to see that desire inside of you. And you need to see yourself with that desire. പപ്പയ്ക്കൊരു ആഗ്രഹമുണ്ട് ആമേ കർത്താവിൽ കൂടുതൽ ആഴത്തിൽ ദൈവം നടത്തുന്ന മാതാപിതാക്കളെന്ന് എൻ്റെ മക്കൾ എന്നെ കുറിച്ച് പറയണം. My children need to say, my parents had the desire. My children go deeper into the desire of my God. വചന വെളിപ്പാടിൽ ദൈവകൃപയിൽ നടക്കുന്ന മാതാപിതാക്കളോട് സ്തോത്രം ചെയ്യാം. Thank God for the people that are walking in the revelation of the word of God. അത് 119 സങ്കീർത്തനം 105 വാക്യത്തിലേക്ക് വന്നത്. Psalm 119:105. Yes. നോക്ക്, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് സ്തോത്രം പ്രകാശവുമാകുന്നു. Your word is a lamp to my feet and a light to my path. നോക്കി, ലോക മനുഷ്യനും നാമും ഒരുപോലെ യാത്ര ചെയ്ത് തോന്നിയാലും ആമേൻ ദൈവം നമ്മെ നടത്തുന്ന വഴികളുടെ പ്രത്യേകത അത് വളരെ വലുതാണ്. Even if you and I think the worldly man and I are walking in the same journey, there's a big difference between me and him. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ലോക മനുഷ്യനും ഞാനും പോകുന്ന യാത്ര ഒരുപോലാണെങ്കിലും ഒരുപോലെ തോന്നിയാലും എൻ്റെ വഴിക്കകത്തൊരു പ്രത്യേകത അവന് തോന്നിയിരിക്കും. Even if me and you are walking in the same way as the worldly man, there's something different about me and you. ഇനി ആമേൻ 1 രാജാക്കന്മാരുടെ പുസ്തകം 1 King chapter 18 verses 46 നോക്കിക്കേ. നമ്മൾ വായിച്ച വാക്യമാണ് എന്താ? ആ ആ ആ നോക്കിക്കേ, ഈ രണ്ടുപേരും ഓടി ഒരേ വഴിയില്ല. And both of these people are running the same way. ഞാൻ വിശ്വസിക്കുന്നു ആ രഥത്തിന് ചാരിയത്തിനകത്തിരുന്ന് ആമേൻ സ്തോത്രം ആമേൻ ആഹാബ് ചിന്തിച്ചു, ഞാൻ പോകുന്ന വഴിയെ ഇവനും ഓടുന്നു, പക്ഷെ ഞാൻ ഓടുന്നത് എന്റെ കാലം കൊണ്ടല്ല, എന്നെ ഓടി ഈ കുതിരയില ഞാൻ പോകുന്നത്, പക്ഷെ ഇവൻ എങ്ങനെ ഇങ്ങനെ ഓടുന്നത്? And Ahab looks, I'm riding on the horse and running for it, but how is he with his legs catching up to me? ഒരു മനുഷ്യന്റെ വഴി സാധാരണ വഴിയാണ്, പക്ഷെ ലോക മനുഷ്യൻ വലിയ വില കൊടുത്ത് ഓടുമ്പോൾ ദൈവമക്കൾ ഓടുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ കൽപ്പന അനുസരിച്ചാൽ മതി, അങ്ങനെ ഉള്ളവരുടെ മുൻപേ ഓടിക്കാൻ ദൈവത്തിന് കഴിയും. When the worldly man gives so much strength and every power, if the word of God is upon you. ആത്മാ പറയുന്നത് ജോലി സംബന്ധമായി അവന് കർത്താവ് വളരെ വ്യക്തമായി കാണിക്കുക. ജോലി സംബന്ധമായി ആമേൻ ഭൗതിക തലത്തിനകത്ത് ആമേൻ എന്ന് പറഞ്ഞാൽ ആമേൻ ആമേൻ ഒത്തിരി സമ്പത്ത് കിട്ടുന്ന കാര്യത്തിലല്ല പറഞ്ഞ ഭൗതിക പൊസിഷനകത്ത് ആമേൻ 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 കഷ്ടവേദന അനുഭവിക്കുന്നു. എനിക്ക് ചിലരെ അറിയാം, പക്ഷെ ആ നിലവാരത്തിലല്ല പറയുന്നത്. പരിശുദ്ധ പറയുന്നു അങ്ങനെ നിലവാരത്തിനകത്ത് അവർ നോക്കുമ്പോൾ അവർ ചിന്തിക്കുന്നതിന് മുന്നമേ നിങ്ങളെ ഓടിക്കുന്നൊരു ദൈവമുണ്ട്. കർത്താവിനെ കൽപ്പന അനുസരിക്കാൻ തയ്യാറായിക്കുവോ? ദൈവം നിങ്ങളുടെ കൂടെ ചലിക്കുമെന്നും ആത്മാവ് പ്രവചന ശബ്ദത്തോടെ ഇന്ന് പകൽക്കാലം ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായി ആത്മാവ് ദൂത് പറയുന്നുവെന്ന് ദൈവസഭയുടെ മേൽ ദൈവദാസൻ എന്ന അധികാരത്തോടെ അതിനെ ആത്മാവിനെ കൈമാറുകയാണ്. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തുന്ന പ്രാർത്ഥിച്ച കർത്താവേ, ആ ദൂതനായി സ്തോത്രം, ആ ദൂതനായി സ്തോത്രം, ആ ദൂതനായി സ്തോത്രം. ജീസസ്. ആമേൻ. ഓക്കേ, ഏലിയാവിനെ പറ്റി യാക്കോബിൻ ലേഖനം 5:17 വാക്യം പറയുന്നൊരു കാര്യമുണ്ട്. And we see about Elijah in ജെയിംസ് ചാപ്റ്റർ 5:17 പ്രകാരം പറയാം. അപ്പോൾ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ.
Elijah was a man with a nature like എല്ലാവരും ours. ഒരു അനുഭവം കൂടെ കടന്നുപോയി. അപ്പം ഒന്ന് പറയാൻ ആഗ്രഹിക്കുക, ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. അപ്പോൾ ഇവിടെ പറയാം, ഏലിയാവ് സമസ്വഭാവമുള്ള മനുഷ്യനാണെങ്കിൽ ഏലിയാവിന്റെ ജീവിതത്തിൽ സംഭവിച്ച അസാധാരണമായ വേഗതകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. And Elijah, the things that he experienced, will we experience that same thing? ഒരു പക്ഷേ നിങ്ങൾ അത് പറഞ്ഞിട്ടുള്ളതായിരിക്കാം, പക്ഷെ അനുഭവത്തെ കണ്ണിക്കാൻ ആർക്കും കഴിയത്തില്ല. അത് എന്റെ എക്സ്പീരിയൻസ് പറയാൻ പോകുന്നത്. Nobody else can differentiate the experiences that I have. എനിക്ക് നല്ല ബോധ്യമുണ്ട്. And we know that well. അവിടെ കാണാൻ കഴിയുന്ന രണ്ട് അനുഭവങ്ങളെ പറയാം. ഒരിക്കൽ ബോംബെയിൽ ഫ്രെഡി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. And there's a man of God named Freddie in Bombay. ഇദ്ദേഹം താമസിച്ച സ്ഥലത്ത്, ബോർവിൽ എന്നറിയപ്പെട്ട സ്ഥലത്ത് നിന്ന് താനെ വരെ, ആ സ്ഥലപ്പേര് പറയണ്ട, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് തനിക്ക് രാവിലെ ചെല്ലണം. And he needs to get somewhere in the morning, early morning there. ബോംബെയിലെ തിരക്ക് അതിരാവിലെ തന്നെ നിങ്ങൾക്കുള്ള, ബോംബെ ഉള്ളവർക്കെല്ലാം നന്നായി, അല്ലെങ്കിൽ നോർത്തിനെ ജീവിച്ചവർക്കൊക്കെ നന്നായിട്ട് അറിയാം. You and I know the heaviness of the traffic that's going on there in the mornings. ദൈവദാസനാണ്. ആ മനുഷ്യൻ പറഞ്ഞ കാര്യം, ഞാൻ 6 മണിക്ക് ദൈവദാസൻ അതിനെ കാണാൻ വരും. And the man of God says, I will come and see you at 6 a.m. ഇദ്ദേഹത്തിന് വളരെ അത്യാവശ്യമാണ് ഒരു കാര്യത്തെ അദ്ദേഹം കൊടുത്തേ പറ്റുന്നത്. വളരെ ഗൗരവമായിട്ട് അല്ലെങ്കിൽ സീരിയസ് ആയ ഒരു മാറ്ററിന് വേണ്ടി അദ്ദേഹത്തിന് പോയി കണ്ടേ പറ്റും. It is a very serious matter is why he is going there. തലേന്ന് അവരെല്ലാം വിളിച്ച് സമയം ക്രമീകരിച്ചു. താൻ 5 സാറിന് താൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന മനുഷ്യന്. തനിക്ക് താൻ 5 മണിക്ക് അലാറം വെക്കാതെ തന്നെ താൻ എഴുന്നേക്കും. പക്ഷേ എന്നിരുന്നാലും താൻ 5 മണിക്ക് അലാം വെച്ചു. തൻ്റെ ചിന്ത അവിടെ നിന്ന് താൻ ഒരുങ്ങി ഒരു 5:15 ഇറങ്ങാന്നൊരു ചിന്ത, 5:15 തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാന്നൊരു ചിന്തയായിരുന്നു. And he had the thought of getting ready, wake up at 5 and getting ready and leaving by 5:15. പക്ഷേ താൻ അലാം കേട്ടില്ല. താൻ ഉണർന്നപ്പോൾ 5:35 ആയി. And he wakes up and there's no alarm, and he wakes up and it says 5:35 a.m. താനൊന്ന് ഒരുങ്ങി അല്ലെങ്കിൽ താനൊന്ന് ഡ്രസ്സ് മാറി ഒന്ന് വണ്ടിക്കകത്ത് ബുള്ളറ്റ് കയറുമ്പോൾ തന്നെ 5:45 And while he's getting on his bike, it's 5:45. തന്റെ ഉള്ളിൽ ഭയങ്കര നിരാശ തോന്നി. And he's very burdened by കർത്താവേ, കഴിഞ്ഞ രാത്രിയിലും ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാ കിടന്നത്. കർത്താവ്, എന്താ കർത്താവ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്? He asked himself, God, didn't I pray yesterday, and why is this happening to me now? സാധാരണ ചോദ്യം ദിവസം ചോദിച്ചു. It's a simple question he asked. പെട്ടെന്ന് തന്നെ ശബ്ദം കേൾക്കുക, നീ പെട്ടെന്ന് റെഡിയാകാൻ പറയുക. And he hears a sudden voice, get ready quickly. ഈ മനുഷ്യൻ പെട്ടെന്ന് റെഡിയായി. And he quickly got ready. താൻ 10 മിനിറ്റ് റെഡിയായി. മക്കളെ, ബൈക്ക് തനിക്ക് ബുള്ളറ്റ് കയറിയപ്പോൾ പിന്നെ 15 മിനിറ്റ് ബാക്കിയുള്ളൂ. And once he gets on the bullet, there's only 15 minutes left. 5:45 ആയി. It's 5:45. നമുക്ക് എല്ലാവർക്കും അറിയാം, രാവിലെ ആ സമയത്ത് അവിടെ ഭയങ്കര തിരക്കാണ്. അങ്ങോട്ട് താനെ എത്താൻ പറ്റും, അതുപോലെ തിരക്കാണ് അവിടെ. You know, it's heavy traffic that's going on there. താൻ ചെയ്തത് താൻ ദൈവത്തിന്റെ കൽപ്പന കേട്ട് തന്നെ വാഹനത്തിനകത്തേക്ക്. And what he does is, by listening to the voice of God, he got on his bike. താൻ പറയുക, ഞാൻ ചെവി കൊണ്ട് കേട്ട അനുഭവമാണ്. താൻ പറയുകയാണ്, ഞാൻ ഓടിച്ചത് എനിക്കറിയാം, പക്ഷേ ഞാൻ 6 മണിന്നൊരു സമയമായപ്പോൾ ഞാൻ താനേലെത്തി. And he knows, I know I drove, but somehow I reached there by 6 a.m. എനിക്ക് അന്ന് വിശ്വസിക്കാൻ പാടായിരുന്നു. And it was very hard for me to believe that day. ഇങ്ങനെ ഇരിക്കുമ്പോൾ 2013 കല്യാണം, ഓക്കെ, 2014 ഞാനും ബ്ലസ്സി കോട്ടയത്ത് ഒരു മീറ്റിംഗിന് വേണ്ടി ഒരുങ്ങുകയാണ് രാവിലെ പോകാൻ. And me and Blessy are getting ready in 2014 to go somewhere to a meeting. സാധാരണ 9:30 10 മണിക്കാണ് മലയാളി കമ്മ്യൂണിറ്റി എല്ലാം മീറ്റിംഗ് And the തുടങ്ങുന്നത്. Malayali committee comes around 9:30, 10. ഈ സാധാരണ മനുഷ്യനെ അസാധാരണമായി കൊണ്ടുവന്ന വേഗതയുടെ കാര്യം പറയുക. And I'm talking about the sudden or natural man. ഈ സമയത്ത് ഒരു 7:30 ആയപ്പോൾ ഞാൻ കൊട്ടാരക്കരയാണ് പോകുന്നത്. 7:30 ആയപ്പോൾ പാസ്റ്റർ ചോദിച്ചു, എവിടെ എത്തി പാസ്റ്റർ എന്ന് ചോദിച്ചു. And the pastor asked me, where are you, pastor? പാസ്റ്റർ, ഞാൻ 2 അല്ലെങ്കിൽ 3 മണിക്കൂർ മതിയല്ലോ, ഞാൻ 10 മണിയാകുമ്പോഴത്തേനും അവിടെ എത്തും. And he says it's only 2.5-3 hours, I'll get there by 10. പാസ്റ്റർ അന്നേരം പറയുന്നത് 8:30 മീറ്റിംഗ്. And the pastor then told me പക്ഷേ that അദ്ദേഹത്തിന് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ചിന്തയായിപ്പോ അദ്ദേഹത്തിന്. And he thought he already communicated that with ചോദിക്ക് പറയാത്തോണ്ട് ഞാൻ സ്വാഭാവികമായി ചിന്തിച്ചു 10 മണിക്കാ മീറ്റിംഗ്. But because nobody told me, I thought it was only at 10. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയ പിന്നെ ഇപ്പോഴും 7:40 ആയി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. And when I left my house, it was 7:40. തിരുവള്ളൂർക്കായും കൊട്ടാരക്കരയുള്ള MC റോഡ് തിരുവള്ള ഭാഗത്ത് 2014 റോഡ് പണി നടക്കുന്ന ഒരു സമയമാണ്. And it's a time where construction's going on there. കർത്താവേ, അവരെ ഒത്തിരി ആഗ്രഹത്തോടെ വെച്ചൊരു മീറ്റിംഗ്. It's something that they very eagerly put that meeting there. ഇത്രയും ഒരു 40 മിനിറ്റ് എനിക്ക് എത്താൻ പറ്റത്തില്ല. God, I can't reach it in 40 minutes. കർത്താവ്, ഞങ്ങളെ എവിടെ എത്തിക്കണം? God, would you help us? ഹൃദയത്തിൽ ഈ അനുഭവം വന്നു. ഫിലിപ്പോസിനെ ഗസ്തിയുടെ നിർജ്ജന പ്രദേശത്തേക്ക് കർത്താവ് എടുത്തുകൊണ്ട് പോകുന്നുള്ള വാക്യം എൻ്റെ ഹൃദയത്തിലേക്ക് And this verse that came from Philip is being taken away to another place. കർത്താവിന് ഒറ്റ കാര്യമാണ് പറഞ്ഞത്. And he says one നീ thing. സമയം നോക്കരുത്. Do not look at the നീ clock. ക്ലോക്ക് നോക്കരുത്. Do not look at the clock. എൻ്റെ ഭാര്യ എൻ്റെ കൂടിരിക്കുക, ബ്ലിസ്സിന്റെ കൂടിരിക്കുക. And my wife was with me right there. ആമേൻ.
ഞങ്ങൾ ഞാൻ പറഞ്ഞു ബ്ലിസ് മോളെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. And she said to ഞങ്ങൾ pray. അവിടം വരെ അന്യഭാഷയിൽ And we പ്രാർത്ഥിക്കുക. were speaking tongues till അപ്പൊ there. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കാർ സാധാരണ പോകുന്ന പോലെ And a ഓടിപ്പോകുന്നു. car is just a normal car that is going. പക്ഷെ ഞാൻ ആ ഒരു ചോദിച്ച ആ ദേശത്തെത്തിയിട്ട് ആ ചോദിച്ച് ആ ഭവനത്തിന് അല്ലെങ്കിൽ ആ കോമ്പൗണ്ടിനകത്തേക്ക് എവിടെ കറക്റ്റ് സ്ഥലം പറഞ്ഞു. ഞാൻ അതിനകത്തേക്ക് കയറി ഞാൻ ഫോൺ എടുത്ത് അന്നേരം നോക്കിയപ്പോൾ സമയം 8:30. And when I looked, I reached there and I took my phone and see അനുഭവത്തെ 8:30. കണ്ണിക്കാൻ ആർക്കും There's കഴിയില്ല. nobody that can destroy the encounters. കർത്താവ് ചോദിച്ചു എവിടെത്തി ഞാൻ പറഞ്ഞാണ് ഞാൻ താഴെ നിന്നിട്ടുണ്ട്. ഞാൻ താഴെ എത്തി. And he asked me where are you and I'm downstairs waiting. അവൻ ഒരു കാര്യം ഞാൻ ആത്മാവിൽ പറയാം. സാധാരണമായ ചില മേഖലകൾക്കകത്ത് അസാധാരണമായി ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ആത്മാവിൽ എത്ര പേര് വിശ്വസിക്കുന്നു? How many believe that we serve a God that can take something ordinary and turn it into extraordinary? നീ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിനകത്തും അങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. God who also is able to carry us just like he did for them. അപ്പോൾ ഒന്നാമത് അര കെട്ടിയാൽ മോനെ അസാധാരണമായ വേഗതയിൽ ഏത് സാഹചര്യത്തിനകത്തും ദൈവം എത്തിക്കുവാൻ ദൈവം So തയ്യാറാണ്. one thing, if you gird your garments in any speed, God can hit you. രണ്ട് അര കെട്ടിയാൽ ഉണ്ടാകുന്ന അടുത്ത കാര്യമാണ് പുറപ്പാട് പുസ്തകം 12 Exodus chapter 12 verse 11. And second point of girding your loins, we can see in Exodus. എന്താണ്? വളരെ ഫെമിലിയർ ആണ്, നമുക്കറിയാം. നിങ്ങളുടെ അരമുറുക്കി അത് ഭക്ഷിക്കണം. That gird your loins and you need to eat there. ആമേൻ. ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവജനമേ അരമുറുക്കിയാൽ ഒരു പുറപ്പാടുണ്ട്. If you fasten your belt, there's something that happens there. കൽപ്പന അനുസരിച്ചാൽ അരമുറുക്കാൻ കഴിയും. അരമുറുക്കിയാൽ ഒരു പുറപ്പാടുണ്ട്. If you listen to the voice of God, you can fasten your belt. If you fasten your belt, there's something that happens there. പക്ഷേ നാം ഇത് ഇയർ ഓഫ് എക്സോഡസ് ഈ വർഷത്തെ നമുക്ക് ദൂത് എന്ന് And the പറയുന്നത്. theme of this year is year of Exodus. അപ്പോ നമുക്കെല്ലാം പുറപ്പാട് ആഗ്രഹമാണ്. And we all want this revelation here or the പക്ഷേ Exodus. ജീവിതത്തിനകത്തൊരു പുറപ്പാട് സംഭവിക്കണമെങ്കിൽ വചനം അനുസരിക്കുന്നവരെ ഞാനും നിങ്ങൾ മാറിയേ And if you പറ്റൂ. want this, we need to change and start listening to the voice of God. മോശയോട് ദൈവം പറഞ്ഞു, ദൈവത്തിന്റെ വാക്ക് കേൾക്കാൻ മോശ തയ്യാറായി. And God told Moses, and Moses was preparing himself to listen to the voice ദൈവം of God. പറഞ്ഞ വാക്ക് മോശ ജനത്തോട് പറഞ്ഞു. അവിടെയുള്ള മൂപ്പന്മാരും ജനവും കേൾക്കാൻ തയ്യാറായി. And the voice of God that told Moses told the people there, the high priest and all the അതുകൊണ്ട് അവരുടെ വഴിയാത്ര മുഴുവൻ അത്ഭുതങ്ങൾ കണ്ടു. And so they saw many miracles in their wilderness. പക്ഷെ ഒരു കാര്യം പറയാം, അരമുറുക്കാൻ നമുക്ക് ഓടാം, അത്ഭുതങ്ങൾ നമ്മെ സ്വർഗ്ഗത്തെത്തിക്കത്തില്ലെന്ന് ഞാൻ നിങ്ങൾ വ്യക്തമായി I can tell you, മനസ്സിലാക്കണം. saying when we fasten our belt, we can run and we will see miracles, but those miracles was not interested to അപ്പോൾ ഒരു happen. കാര്യം വേഗത്തിൽ പോകുന്ന ഒരു കാര്യം പറയാം. ഒന്ന്, അരമുറുക്കിയാൽ നമുക്ക് ദൈവം നമ്മളെ ഓടിക്കും. രണ്ട്, അരമുറുക്കിയാൽ ഒരു പുറപ്പാടുണ്ട്. Once again, if we fasten our belts, he will run us, and then there's a journey that's ahead of പക്ഷെ us. അരമുറുക്കാൻ സജ്ജമായി തയ്യാറായി കിടക്കുന്നവൻ കാരാഗ്രഹത്തിനകത്താണെങ്കിലും അതിനകത്തും ദൈവം നടത്താൻ അരമുറുക്കാൻ ഒരുങ്ങിക്കിടക്കുന്നവനെ ദൈവം തയ്യാറാണ്. Even if he fasts his blood, he's staying in that hiding place. God is someone who can prepare him for that race. വളരെ ഫെമിലിയർ വേഴ്സ് ആണ് Acts chapter 12. Acts chapter 12. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ. എന്താണ് പെട്ടെന്ന് കർത്താവിന് പത്രോസിനെ കാരാഗ്രഹത്തിൽ അടച്ച മേഖലയാണ്. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിന്റെ വിലാപ്പുറത്തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങലകൾ കൈമേൽ നിന്ന് വീണുപോയി. 8-ാം വാക്യം വേഴ്സ് 8 കണ്ടോ മകളെ? Acts chapter 12 verse 8 ഒന്നിട്ടെ. അവിടെ വേഴ്സ് 8 പറയാം, ദൂതൻ അവനോട് അരകെട്ടി ചെരിപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. And the angel said to him, dress yourself and put on your sandals, and he did നമുക്ക് so. ഭയങ്കര ഉണർവ് ഒരു ദൂതാണ്. This is something that awakens us so പക്ഷെ ഒരു much. ചോദ്യം അതിന് But മുൻപിലുണ്ട്. there's a question behind this. കാരാഗ്രഹത്തിന്റെ അവസ്ഥയ്ക്കകത്ത് ദൂതൻ നിങ്ങളോട് പറയൂ അരമുറുക്കാൻ. When he's in the prison, when the angel tells you to guard your garment, അത് what would വലിയൊരു you do? ചോദ്യം. It's a big question there. എന്ന് പറഞ്ഞാൽ അരമുറുക്കി ഓടാൻ തയ്യാറുള്ളവനാണെന്ന് സ്വർഗത്തിന് ഉറപ്പ് വന്നിട്ടാ പറഞ്ഞേ, കുഞ്ഞെ നീ അരമുറുക്കാൻ. With heaven with full 100% assurance to get ready is when he told him to get ready. ഇവിടെ ഫെയ്ത്ത് ടാബർനാക്കിൾ ആത്മാവിൽ ചോദിക്കുക, ദൈവം നിങ്ങളോട് ദൂത് പറയോ, അരമുറുക്കിക്കൊള്ളാൻ ദൂത് പറയോ എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? How many of you assurance that the angel will say, guard your garments? Jesus.
എന്തിന്റെങ്കിലും മുൻപിൽ വരുമ്പോൾ അല്ല ടെൻഷൻ അടിക്കണം. When something comes in front of you is not when you should have ഓരോ tension. ദിവസവും അരമുറുക്കാൻ നിങ്ങൾ തയ്യാറായാൽ അരമുറുക്കേണ്ട കഷ്ടതയുടെ കാരാഗ്രഹത്തിന്റെ ദിവസത്തിനകത്ത് ദൈവം ദൂതനെ എനിക്ക് വേണ്ടി അയക്കും. If every day you prepare your garments and when you're in the trouble the angel himself will come to you. How many of you understand that? ദൈവം നോക്കുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ ഓരോ ദിവസവും അവൻ സജ്ജമായിക്കൊണ്ടിരിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. Every single day God looks at him and says God or he is preparing himself. അങ്ങനെയുള്ളവന് കാരാഗ്രഹമുണ്ട്. Only if there's a wilderness there for him. കാരാഗ്രഹത്തിനകത്ത് ഒരു ദൂതനെ But when അയക്കും. there's a wilderness there's an angel that is എന്തിനു sent. വേണ്ടിയാ? Why? അരമുറുക്കാൻ. To guard your അയ്യോ garments. കർത്താവ് അവിടം കൊണ്ട് തീർന്നോ? So did it end there? ആമേൻ. അവിടം കൊണ്ട് തീർന്നില്ല. അത് 9-ാം വാക്യം വേഴ്സ് 9 പ്രകാരം പറയാ. Verse 9 it says. ആമേൻ. അവൻ പത്രോസ് പിന്നാൽ ചേർത്ത് വാക്യം ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ താൻ ഒരു ദർശനം കാണുന്നുവെന്ന് താൻ He did നിരൂപിക്കുകയാണ്. not know what was being done by the angel was real, but seeing thought of a vision. ഇതുപോലെ തനിക്ക് അവിടെ ഉൾക്കൊള്ളാൻ So പറ്റുന്നില്ല. he's not able to accept what's സത്യം going on. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ആത്മീയ അത്ഭുതങ്ങൾ നമുക്ക് സത്യം പറഞ്ഞ ഉൾക്കൊള്ളാൻ നടക്കുവോ? When spiritual miracles come, do we actually expect it? യഥാർത്ഥത്തിൽ ദൈവസ്നേഹമുള്ള വ്യക്തികൾ ഒന്ന് ഇരുന്ന് നമ്മുടെ കഴിഞ്ഞ നാളുകൾ വെച്ച് കർത്താവേ അങ്ങ് എത്ര മഹാൻ എന്നെ നടത്തിയ വഴികൾ ഞാൻ വിളിച്ച് എപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്. ജനമിക്ക് പാസ്റ്റർക്ക് അറിയാം ദൈവമേ ഞങ്ങളെ കൊണ്ടുവന്ന കൃപകൾക്കായി സ്തോത്രമെന്ന് നമ്മൾ എപ്പോഴും അത് ഓർത്ത് സ്തോത്രം We always remember and thank God for all the way that he has brought us this far. ആമേൻ. ആ കരങ്ങളിൽ കർത്താവ് നന്ദി We thank our പറയട്ടെ. God. അപ്പോൾ നോക്കി എവിടെ കാണാൻ കഴിയും ദൂതൻ ആമേൻ പറഞ്ഞു അരമുറുക്കാൻ അവ ദൂതന്റെ പിന്നാലെ ഇവൻ പോവുകയാണ്. So the angel told him to trust himself and he's going നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 10-ാം വാക്യം നോക്കിയ വേഴ്സ് 10 നോക്കിക്കേ. ആ ആ അപ്പോൾ ദൂതൻ എവിടം വരെ ഉണ്ടായിരുന്നു? So where was the angel till? താമൻ അരകട്ടാൻ തയ്യാറായിരുന്നവന്റെ കാരാഗ്രഹത്തിന്റെ So അവസ്ഥയ്ക്കകത്തുണ്ടായിരുന്നു. the moment he was bound in the chains, അവന്റെ മുൻപിലുള്ള അടഞ്ഞ വാതിലുകൾ തുറക്കുന്നിടം വരെയും ആ ദൂതൻ അവനോട് കൂടെ until ഉണ്ടായിരുന്നു. the gates were open, the angel stood with എത്ര Peter. പേർക്ക് ഇത് How many മനസ്സിലാകുന്നുണ്ട്? of you understand this? നിങ്ങളുടെ കൂടെ എവിടം വരെ കാണുമെന്ന് ചോദിച്ചാൽ ദൈവം പറയാ കാരാഗ്രഹത്തിനകത്ത് നിന്ന് നിങ്ങൾ പുറത്തു വരുന്നിടം വരെയും ആ ദൂതൻ നിങ്ങളുടെ കരത്തിൽ പിടിച്ച് വെള്ളത്തിൽ കൂടെ കടക്കുമാറാക്കി എന്ന് പറയുന്നത് പോലെ 1-ാം കാവലും 2-ാം വാതിലും കടന്ന തെരുവിൽ വരെ എത്തുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളുടെ കൂടെ And ചലിക്കും. you and I who are in prison, the angel himself will come down and he will be with us till the moment we exit that prison. ജീവിതത്തിനകത്തുണ്ടാകുന്ന ചില കാരാഗ്രഹത്തിന്റെ അനുഭവങ്ങൾക്കകത്ത് ദൂതന്മാർ ഇറങ്ങും. And so in these imprisonments, will the angels come down and help us? വീണ്ടും ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക് പോവുക. I'm again coming back to my family. 2013 ഡിസംബർ മാസത്തിൽ ഞങ്ങൾ ഡൽഹിയിലേക്ക് കടന്നു Me പോകുകയാണ്. and Bas are going 2013 to Delhi in December. ഗ്രേറ്റർ നോയിഡയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് ഞങ്ങൾ ബൈക്കിൽ ഇങ്ങനെ യാത്ര We're ചെയ്യുക. traveling along with our bike. ആമേൻ. സ്തോത്രം. കാരാഗ്രഹത്തിന് അല്ലെങ്കിൽ പ്രതിസന്ധിക്ക് ദൂതന്മാർ ഇറങ്ങുന്ന കാര്യം I'm talking പറയാം. about the angels coming down. ഞാൻ ഓർത്തിനെ പഠിച്ച ഹിന്ദി ഒന്നും വലിയ ഞങ്ങൾ ആരും അവൻ വലിയ ഫ്ലുവന്റ് ഒന്നും അല്ലെങ്കിൽ പറഞ്ഞു നിൽക്കുന്നൊക്കെ ഉള്ളൂ. I'm not very fluent in Hindi. I can still speak some. ആമേൻ. ഞങ്ങൾ നേരെ പോകുമ്പോൾ അവൻ തിരക്കുള്ള നോയിഡ റോഡിലറിയാം തിരക്കുള്ള റോഡിൽ പോകുമ്പോൾ ക്രോസ് ആയിട്ട് വന്ന് അവിടെ പിന്നെ ട്രാഫിക് റൂൾ അനുസരിക്കുന്നവരല്ലോ വന്ന് ഇടിച്ച് ഞങ്ങൾ ബൈക്ക് ഞങ്ങൾ താഴെ വീഴും. As I'm going forward, someone from the right side come and hits me, and we are jumped out of the ആമേൻ. bike. എന്റെ ചുറ്റും അവിടുത്തെ ലോക്കൽസ് എല്ലാം കൂടി. And all the locals come up ആമേൻ. towards അവർക്ക് us. മനസ്സിലായി ഞങ്ങൾ സൗത്ത് ഇന്ത്യൻസ് ആണെന്ന് മനസ്സിലായി. They understood that we're South Indians. ആമേൻ. അവര് ഞങ്ങളത് പറഞ്ഞു പൈസ തന്നേ പറ്റത്തോളം എന്ന് പറഞ്ഞു. And they say that you must give us money. നമുക്ക് അവരെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റുന്നില്ല. പറഞ്ഞിട്ട് അവര് കേൾക്കത്തുമില്ല. I can't even make them understand. They won't even ഞങ്ങൾക്ക് listen to us. നന്നായിട്ട് ഞങ്ങൾ വല്ലാത്തൊരു കാരാഗ്രഹത്തിന് പ്രതിസന്ധി അകത്ത് And നിൽക്കുക. we're going through something very hard right now. ആമേൻ. സ്തോത്രം. നോക്കിയപ്പോൾ ഒരു ആചാര ബാഹു ഒരു മനുഷ്യൻ ഒരു 6 അടി പൊക്കം 6 feet ഉള്ളൊരു മനുഷ്യൻ ഒരു ബുള്ളറ്റിനകത്ത് വന്നിട്ട് ആമേൻ ചോദിക്കാം നിങ്ങൾ എന്താ അവിടെ നിൽക്കുന്നത് ചോദിച്ചു. And this tall 6-foot man comes and says, "What are you guys doing here?" ആമേൻ. ചോദിച്ചിട്ട് എല്ലായിടത്തും പറയാം നിങ്ങൾ മാറിപ്പോകും നിങ്ങൾ എല്ലാവരും പോകും നിങ്ങൾ ബൈക്ക് ബുക്ക് അടിച്ചിട്ട് പറയാം നിങ്ങളുടെ പൊക്കോളാൻ പറയും. And he says, "Get your bike," and then everybody else leave. അവിടെ ഒരു മനുഷ്യനും മുൻപോട്ട് പോകാൻ കഴിയാത്തവർ ട്രാഫിക് ജാമിൽ ഞങ്ങൾ രണ്ട് നിൽക്കുകയാണ്. And we're standing where nobody else can move away from ഒരു വണ്ടി അവിടെ മുൻപോട്ട് പോകുന്നില്ല. And no other car is going. ഇദ്ദേഹം ബൈക്ക് ബുക്ക് എടുത്ത് വെച്ചു ഞങ്ങൾ വാഹനത്തിനകത്ത് കയറി ആമേൻ ബ്ലസ് ചോദിച്ചു ആരാ ചോദിച്ചു. And he lifted my bike and he got us in the car and she asked me, "Well, who is that?" ദൈവദാസന്മാരെ ഞാൻ ചുറ്റും നോക്കി ആ മനുഷ്യൻ എവിടാ. I looked at it, I couldn't find ആ him. ബുള്ളറ്റ് വന്ന മനുഷ്യൻ ഞാൻ കണ്ടില്ല. Where's that guy?
എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഞങ്ങളുടെ അനുഭവത്തെ കണ്ണിക്കാൻ ആർക്കും കഴിയത്തില്ല. Nobody else can differentiate our ഞങ്ങളുടെ encounter. ജീവിതത്തിൽ ഞങ്ങളത് കണ്ടറിഞ്ഞതാ. It's someone we saw. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ ഒരു കാര്യം പറയാം. One thing I'll say in the spirit. അവൻ കാരാഗ്രഹത്തിന്റെ ഏത് അവസ്ഥയ്ക്കകത്തും അരയോളം വെള്ളത്തിൽ നിൽക്കാൻ ഒരുവൻ തയ്യാറായാൽ നിങ്ങൾക്ക് വേണ്ടി ദൂതനെ അയക്കാൻ എന്റെ ദൈവം ശക്തനാണ്. No matter what wilderness you are, if you're waist high in your water, there's an angel that is sent. കൊച്ചു ഗ്രാമത്തിൽ പിറന്ന ഞങ്ങളെ ദൈവം തെരഞ്ഞെടുത്തിട്ട് ഞങ്ങൾക്ക് വേണ്ടി ദൈവം തന്നെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി ദൂതനെ അയക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. If there's an angel to save me in that place, then there's willing to send an angel to all of us. Jesus. Lokorama sharabatele seteria. Lantaraba sagaraba shatakoria. അമച്ചിലെ കാരാഗ്രഹത്തിന്റെ അവസ്ഥക്കകത്ത് ഇന്ന് പകൽ ദൂതന്മാർ ഇറങ്ങുന്ന അവസ്ഥകൾ ഭവനങ്ങൾക്കകത്ത് എക്സ്പീരിയൻസ് ചെയ്യട്ടെ. No matter what wilderness, they'll let you experience the angel coming down to you. ശക്തി എക്സ്പീരിയൻസ് ചെയ്യട്ടെ. May you experience that power. ആഗ്രഹമുണ്ട്. How many of them desire? എന്റെ ജീവിതത്തിൽ ഏഞ്ചലിക് എൻകൗണ്ടർ എനിക്ക് വേണം. In my life I want the angel encounter. എനിക്ക് ജീവിതത്തിൽ എനിക്ക് അത് അനുഭവിച്ചു. In my life I want to encounter അത് that. സംഭവിക്കുന്നത് വിശ്വസിക്കാൻ And I believe, how many believe it will happen? കൊല്ലത്ത് മഹാരാജ് എന്നറിയപ്പെടുന്ന ഒരു And ദേവദാസനുണ്ട്. there's a minister named മഹാരാജ്. ഹൈന്ദവ മാർഗ്ഗം രക്ഷിക്കപ്പെട്ടു വന്നതാ. And he came from this other യൂട്യൂബ് നോക്കി അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ കാണാം. You can see on Google all his ഞങ്ങളുടെ അടുത്ത experiences. ദേശത്ത് നിന്ന് ഡീസന്റ് മുകളിൽ താന് ഒരു വിഷയത്താൽ താൻ ഓടി മദ്രാസിലേക്ക് പോയി. And because of bearing something, he ran away from that place. താൻ മദ്രാസ് റെയിൽവേ സ്റ്റേഷൻ ഗുഡ്സിന്റെ റെയിൽവേ സ്റ്റേഷനകത്ത് താൻ രാത്രി കിടന്നുറങ്ങുകയാണ്. And he's sleeping at a railway station at താൻ night. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി താൻ സ്തോത്രം ഞാൻ ആ രാത്രി അന്ന് യേശുവിനെ അറിയത്തില്ല താൻ He തയ്യാറെടുക്കുക. doesn't know Jesus and he's ready to end his life there. I think അവർ അമ്മ ക്രിസ്തുവിലേക്ക് വന്ന And his mom has come to Christ before. താൻ ആത്മഹത്യ തനിക്കൊരു വിഷയമുണ്ടായിട്ട് നാട്ടിലേക്ക് വരാൻ കഴിയുന്ന ആത്മഹത്യക്ക് താൻ പോവുകയാണ്. And he's going there in that spirit there. He's going to suicide. Yeah, he's going to end his life there. അപ്പോൾ അവിടെ അന്ന് രാത്രി താൻ കാണുമ്പോൾ തന്റെ നേരെ അന്നത്തെ കാലത്ത് ഒരു മാരുതി 800 തന്റെ നേരേക്ക് അല്ലെങ്കിൽ താൻ കിടക്കുന്ന ആ റെയിൽവേ സ്റ്റേഷൻ അടുത്തേക്ക് താൻ വന്നു. And he comes inside of this railway where they're sleeping. അവിടെ ഇറങ്ങി വന്നിട്ട് ഒരു സ്ത്രീ ഇറങ്ങി വന്നിട്ട് തന്റെ അടുത്ത് നീ എന്താ ഇവിടെ കിടക്കുന്ന സംസാരിക്കുക. And this lady's coming to this man and asking, why are you laying down here? വിളിച്ചോണ്ട് അവരുടെ വീട്ടിലേക്ക് പോയി. And he takes this man to her house. വലിയൊരു വീടാ. It's a big house. അവൻ ആഹാരം കൊടുത്തു. And gave him food. ആ പാസ്റ്റർക്ക് ആഹാരം കൊടുത്തു. And gave that pastor food. അന്നത്തെ പാസ്റ്റർ അദ്ദേഹം ആഹാരം കൊടുത്തിട്ട് പിറ്റേന്ന് അവിടെയുള്ള മോളിനകത്ത് കൊണ്ടുപോയി അല്ലെങ്കിൽ ആ കടയിൽ കൊണ്ടുപോയി തനിക്കുള്ള വസ്ത്രങ്ങൾ മേടിച്ചു. And the day after they go to the mall and buy him all these clothes. 2 ദിവസം അവരോട് താമസിക്കുക. And he lives there for 2 days. എന്നിട്ട് താൻ സ്തോത്രം ക്രിസ്തുവിനെ പറ്റി പറഞ്ഞ ദൈവസ്നേഹത്താൽ താൻ നിറഞ്ഞിട്ട് താൻ എന്ത് ചെയ്യുക, താൻ തിരിച്ച് നാട്ടിലേക്ക് പോകുക. And he learns about the love of Christ and he goes back home. നാട്ടിൽ ചെന്നപ്പോൾ ഈ എക്സ്പീരിയൻസ് തന്റെ മാതാപിതാക്കളോട് പറഞ്ഞു. And he tells his experience to his parents. മാറ്റം കണ്ടിട്ട് ഞാൻ ഓൺലൈൻ വഴി പറഞ്ഞു യൂട്യൂബ് അത് കിടപ്പ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം ഉണ്ടെങ്കിൽ കണ്ടു കിട്ടുവാണെങ്കിൽ തന്നോട് താൻ മാതാപിതാക്കളോട് പറഞ്ഞപ്പോൾ തന്റെ പിതാവ് പറഞ്ഞു നമുക്ക് അവിടം വരെ ഒന്ന് പോകണം. And he tells his parents and he says I need to go to that house. താൻ അന്ന് പോയപ്പോൾ കണ്ടൊരു കാര്യമുണ്ട്. ആ വീടിന്റെ മുൻപിൽ സ്തോത്രം ഇസ്തിരിപ്പെട്ടി ഇങ്ങനെ തേക്കുന്ന ഒരു വ്യക്തി അവിടെ നിൽപ്പുണ്ട്. And he sees in front of the house the lady that's ironing there. അപ്പോൾ ഈ താന് ഈ വീടും പരിസരവും ഒക്കെ ഓട്ടോയ്ക്കകത്ത് നടന്ന് കണ്ട് പിതാവ് കൂടെ ചെന്നൈ ചെന്നേഷൻ കണ്ടുപിടിച്ചു. And he goes somewhere with his father and he finds his house there. അപ്പോൾ താൻ നോക്കിയപ്പോൾ വീട് പൂട്ടിക്കിടക്കുകയാണ്. And he sees the house is locked up. തന്റെ ആ അടുത്തുള്ള കടക്കാരൻ ചോദിച്ചു ഇവിടെ കഴിഞ്ഞ ആഴ്ച താമസിച്ചവരാരാ? And he asked the store next door who lived here last week. കടക്കാരൻ ചോദിച്ചാ നിങ്ങൾ ആരാന്ന് ചോദിച്ചു. And the store asked who are you? ഞാൻ കഴിഞ്ഞ ആഴ്ച അവരുടെ കൂടെ വീട്ടിൽ താമസിച്ചു. I lived with them last week. ഈ മനുഷ്യൻ ഇങ്ങനെ നോക്കി നീ സത്യമാണോ പറയുന്നത്? Are you saying the truth? He says. എനിക്കിനെ വിശ്വസിക്കാൻ I പറ്റുന്നില്ല. can't believe you. കാരണം കഴിഞ്ഞ ചില ഒരു വർഷമായി ആ വീട് അടച്ചു കിടക്കുകയാണ്. Last year 1 year that house has been നിങ്ങൾക്ക് closed. വിശ്വസിക്കാൻ പറ്റുമോ? How many of you can believe? ആ വീട് അടഞ്ഞു കിടക്കുകയാണ്. That house has been closed. താൻ പറയൂ അല്ലല്ല ഞാൻ അതിനകത്ത് കയറിയതാ, ഞാൻ ആ സ്നേഹ സൽക്കാരങ്ങൾ അനുഭവിച്ച വ്യക്തിയാണ്. No, he says no I entered that house and learned the love of Christ. താൻ മടങ്ങി വന്നു. And he comes back. തനിക്കൊന്നും പിടി കിട്ടിയില്ല. He got no idea. പക്ഷേ താൻ ഒരു പ്രാർത്ഥനാ യോഗത്തിനകത്തിരിക്കുമ്പോൾ And he's sitting in a prayer room. ഒരു ദിവസം ആത്മാവിൽ പറയുക The Spirit is saying, നീ ആത്മഹത്യ ചെയ്യാൻ കിടന്നിടത്ത് നിന്ന് എന്റെ ദൂതനെ അയച്ച ഞാൻ നിന്നെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന യഹോവ എന്ന് ദൂത് കേൾക്കുകയാണ്. And you who are ready to end your life, I send my angel and now you're standing for me. മാറി പറഞ്ഞ ഒരു കാര്യം ഓർത്തോ, ഇതിനകത്ത് അങ്ങനെ രക്ഷപ്പെടുത്തുവാൻ ജീവിതത്തിനകത്ത് ഇരുണ്ട അവസ്ഥക്കകത്തുനിന്ന് നിങ്ങളെ പുറത്തെടുക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ആത്മാവ് എനിക്കറിയാം. ശക്തമായി ദൂത് പറയുകയാണ്. You and I who are going to encounter the power of God. ഒന്ന് പ്രാർത്ഥിച്ച ജീസസ് ആ മൂവിനകത്ത് ചലിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ആ ചലനം ഇതിനകത്ത് ഉണ്ടാകട്ടെ. വെള്ളത്തിൽ കൂടെ കടക്കും
നടക്കുമാറാക്കിയെന്ന് വചനം പറയുമ്പോൾ ഇന്ന് പകൽ ആത്മാവിൽ മനസ്സിലാക്കട്ടെ, ആമേൻ, നിങ്ങളുടെ മേൽ ആമേൻ ദൈവം ദൂതനെ അയക്കാൻ ശക്തിയുള്ളവനാണ്. There's the power of God who, when you walk in the water, there's an angel that comes and helps you. In the name of Jesus. ഒന്ന് ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചേ. Pray in the Spirit. എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചേ. Pray in the Spirit. ആത്മാ എനിക്ക് വളരെ ശക്തമായ ദൈവസാന്നിധ്യം എനിക്ക് അനുഭവിക്കുന്നുണ്ട്. എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ ഭവനത്തിനകത്ത് വിഷയത്തിനകത്ത് അവൻ ദൂതനെ ഇറക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. In the problems that you go in your home, there's a God who sends his angels. നിങ്ങൾക്ക് വേണ്ടി ദൂതനെ ഇറക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. There's an angel that God wants to send for you. വിശ്വസിച്ച് പ്രാർത്ഥിച്ചേ. Pray faithfully pray. In the name of എല്ലാവരും പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ വിഷയങ്ങൾ ആർക്കും അറിയത്തില്ല. Nobody knows my problem. നിങ്ങളുടെ വിഷയങ്ങൾ എല്ലാവർക്കും എല്ലാം അറിയത്തില്ല. Nobody knows all the problems. പക്ഷെ അറിയുന്ന ഒരു സ്വർഗ്ഗമുണ്ട്. But there's a heaven that knows. ആമേൻ. നോയിഡ പട്ടണത്തിൽ എനിക്ക് വേണ്ടി ഇറങ്ങിയ ഒരു ദൂതനുണ്ടെങ്കിൽ, if there's an angel that was come down in that prison, man, ആമേൻ, കൊട്ടാരത്തിൽ കോട്ടയം വരെ എത്തിക്കാൻ ആമേൻ ദൂതൻ എന്നെ ബ്ലസ്സിയെ കരത്തിൽ വഹിച്ചെങ്കിൽ, there's an angel that sent for us to reach that place. ആമേൻ, ഇന്ന് പകൽക്കാലം അതേ ദൂതൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങും. And that same angel will come down to you. കാരണം വെള്ളത്തിൽ കൂടെ നടക്കുമാറാക്കുന്നത് മനുഷ്യന്റെ ശക്തിയാലല്ല, ആ കരത്തിൽ പിടിച്ചു ദൈവം നടത്തും. It's not the power of man, but it's the power of God who brings us in the water. In the name of Jesus. ഈ അന്ധകാര ശക്തികൾ യേശുവിന്റെ The നാമത്തിൽ, power of darkness be gone. ഓ കുടുംബങ്ങളെ മുകളിൽ പൊളിഞ്ഞു മാറട്ടെ. The power of darkness over families be കുടുംബങ്ങളെ gone. പൊളിഞ്ഞു മാറട്ടെ. In the name of Jesus. കുടുംബങ്ങളെ മുകളിൽ പൊളിഞ്ഞു മാറട്ടെ. Let it be broken in the name of യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. ഇന്ന് പകൽ ദൈവം നിങ്ങളെ ക്യാരി ചെയ്യട്ടെ. Let God carry you. കുടുംബങ്ങളെ ക്യാരി Let God ചെയ്യട്ടെ. carry your family. വിഷയങ്ങളുടെ പരിഹാരം ക്യാരി ചെയ്ത് Let God carry the victory of your power. പ്രാർത്ഥിച്ച് In the name of Jesus. ശക്തമായ ദൈവപ്രവൃത്തി, Pray powerfully. ഒരു ശക്തമായ There's ദൈവപ്രവൃത്തി, a power of God. ഒരു സൂപ്പർ നാച്ചുറൽ എൻകൗണ്ടർ There's a supernatural encounter വിഷയങ്ങളുടെ മേൽ ദൈവം over ചലിപ്പിക്കുക. your powers or your problems. In the name of Jesus. In the name of Jesus. In the name of Jesus. Every power. supernatural എൻകൗണ്ടറുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ആത്മാവിൽ കൈമാറുക. In the name of Let the supernatural power come upon our lives in the name of Jesus. In the power of wilderness of darkness, let your encounter come upon. God, send your angels to fight for us where we're weak and heavy burden, where we are cold and gone. In the name of Jesus, let your angels be sent to your people. Every darkness of power upon our families be gone in the name of Jesus. God, send your light. Let us guard our garments and step into the deep waters. And heaven, send your angels upon your people. In the name of Jesus. Let it be broken. The chains of our family be gone. In the power of Holy Ghost. In the name of Jesus. The power of Holy Ghost. The power of Holy Ghost. The power of Holy Ghost. In the mighty name of Jesus. The power of Holy Ghost. The power of Holy Ghost. Or the power of the Holy Ghost in the name of Jesus. The power of Holy Ghost. In the name of Jesus. In the name of Jesus. Young ones pray. Jesus. ഒന്ന് ദിവസം എഴുന്നേറ്റൊന്ന് ആരാധിച്ച് ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക അനുദിനം അഭിഷേകത്താൽ അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ
ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികൾ ഇന്ന് പകച്ചിൽ അന്ധകാര ശക്തി ഞാൻ ആ കൃപയാ. ക്ലേശം നിറയും മറുയാത്രയിൽ ഞാൻ സ്തുതിച്ചാർത്തിടുന്നു. അർത്ഥം മനസ്സിലാക്കി ഞാൻ എഴുന്നേറ്റ് ശോഭിക്കുവാൻ. ക്ലേശം നിറയും മറുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുന്നു. തുറന്നിടുക നല്ലീരുക ഞാൻ എഴുന്നേറ്റ് ശോഭിക്കുവാൻ. അഭിഷേകം അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. കൃപയാലെന്നെ അഭിഷേകം ചെയ്യുക വിശുദ്ധിയോട് ആരാധിപ്പാൻ. ആത്മാവിനാലെ ശക്തിയാലെ വൻകോട്ടകൾ തകർന്നിടുവാൻ. കൃപയാലെന്നെ അഭിഷേകം ചെയ്യുക വിശുദ്ധിയോട് ആരാധിപ്പാൻ. ആത്മാവിനാലെ ശക്തിയാലെ വൻകോട്ടകൾ തകർന്നിടുവാൻ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. ക്ലേശം നിറയും മറുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുന്നു. തുറന്നിടുക നന്ദിയുക ഞാൻ എഴുന്നേറ്റ് ശോഭിക്കുക. ക്ലേശം നിറയും മറുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുന്നു. തുറന്നിടുക ക്ലേശം നിറയും മറുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുന്നു. തുറന്നിടുക നന്ദിയുക ഞാൻ എഴുന്നേറ്റ് ശോഭിക്കുക. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. കൃപയാലെന്നെ അഭിഷേകം ചെയ്യുക വിശുദ്ധിയോട് ആരാധിപ്പാൻ. ആത്മാവിനാലെ ശക്തിയാലെ വൻകോട്ടകൾ തകർന്നിടുവാൻ. കൃപയാലെന്നെ അഭിഷേകം ചെയ്യുക വിശുദ്ധിയോട് ആരാധിപ്പാൻ. ശക്തിയാലെ വൻകോട്ടകൾ തകർന്നിടുവാൻ. കൃപയാലെന്നെ അഭിഷേകം ചെയ്യുക വിശുദ്ധിയോട് ആരാധിപ്പാൻ. ആത്മാവിനാലെ ശക്തിയാലെ വൻകോട്ടകൾ തകർന്നിടുവാൻ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തി
അഭിഷേകത്തിന്റെ ചലനം അവൻ സഭയുടെ ശുശ്രൂഷാ തലത്തിലും സഭയുടെ ആത്മീയ തലത്തിലും സഭയുടെ ഭൗതിക തലത്തിലും യേശുവിന്റെ നാമത്തിൽ ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. അത് പൊട്ടട്ടെ. ആ വാക്കിനെ അങ്ങനെ ആത്മാവിൽ പ്രഖ്യാപിക്കുകയാണ്. പൊട്ടി മാറട്ടെ. പൊട്ടിമാറട്ടെ. എന്നോട് കർത്താവ് ആ വാക്ക് പറഞ്ഞ് പോഷനെ പോലെ ഉറക്കെ വിളിച്ചു പറയാ, യേശുവിന്റെ നാമം, പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാ സ്ട്രോങ് ഹോൾഡുകളും യേശുവിന്റെ നാമത്തിൽ മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ് റോമ മുദ്ര ഭേദിച്ച് പുറത്തു വന്ന അത്യന്ത ശക്തിയാൽ അത് പൊട്ടിമാറട്ടെ. യേശുവിൻ നാമത്തിൽ ആ കണ്ണുകൾ അടഞ്ഞ സ്വർഗത്തിൽ അടഞ്ഞ ഒരു നിമിഷം നടന്ന് പ്ലീസ് ക്ലോസ് യുവർ ഐസ്. അടഞ്ഞിരിക്കട്ടെ. അലക്സ ഒന്ന് മുമ്പോട്ട് വരാമോ? അലക്സാൻ ഒന്ന് മുമ്പോട്ട് വന്നാട്ടെ. ബിനിമാമ ഒന്ന് മുമ്പോട്ട് വന്നാട്ടെ. എൻ്റെ കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് ഈ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ. നിങ്ങൾക്കറിയാം, നിയോഗമില്ല, ഞാൻ വിളിക്കത്തില്ലെന്ന് എനിക്കറിയാം. പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഒന്ന് കരം കോർത്ത് പിടിച്ചു. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. ഒരുമിച്ച് ദൈവദാസന്മാർ ഒന്ന് വന്നേ. എല്ലാവരുടെ കരങ്ങളൊന്ന് ഉയർന്ന് ഒരു വാക്കൊന്ന് ഞാൻ ഒരു കുടുംബത്തെ മുൻപോട്ട് വിളിച്ചെങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിനൊക്കെ ഒരു അസാധാരണമായ വിടുതലാണ്. ഏത് വിഷയമായി കുടുംബം കടന്നു പോകുന്നു, ആ വിടുതൽ അവർക്കുണ്ട്, നമുക്കുമുണ്ട്. ഇന്ന് പകൽ യേശുവിൻ്റെ നാമമടിയൻ ചൊല്ലുന്നു. കർത്താവേ, ദൈവത്തിൻ്റെ ശബ്ദത്തെ അനുസരിച്ച് ആത്മനിയോഗത്തോടെ അങ്ങടെ മക്കളെ ആടിയെ മുൻപോട്ട് വിളിച്ചെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഈ 7-ാം മാസം തൊട്ട് കർത്താവിൻ്റെ ഒരു വിടുതലിൻ്റെ കരം ഈ ഭവനത്തിൻ്റെ ഉള്ളറകൾ യേശുവിൻ്റെ നാമത്തിൽ നടപ്പാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. രഹസ്യമായത് ആമേൻ, അകത്തളങ്ങളിലുള്ളത് ആമേൻ, ചിലത് പൊട്ടിമാറി പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൻ്റെ ചലനത്താൽ യഹോവ എന്നെ കരം പിടിച്ചും നടത്തിയെന്ന് ഈ സഭയ്ക്കകത്ത് ടെസ്റ്റ് മണി പറയത്തക്ക നിലവാരത്തിൽ കർത്താവ് ഞങ്ങൾ യേശുവിൻ്റെ നാമം ചൊല്ലിയ ആമേൻ, ജീവനെതിരെ പോരാടി നിൽക്കുന്ന ചില മേഖലകളെ യേശുവിൻ്റെ നാമം ഒന്ന് പ്രാർത്ഥിച്ച് ദൈവസഭ ഒന്ന് പ്രാർത്ഥിച്ച് മല്ലുകെട്ടുകയാണ്. അവൻ സകല വാദഗതികളെയും സകല നെഗറ്റീവ് വാക്കുകളെയും വാദഗതികളെയും യേശുവിൻ്റെ നാമത്തിൽ ആത്മാവ് ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ദൈവത്തിന്റെ കരം പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യും. കർത്താവ് കരം ചലിപ്പിച്ച കൃപകൾക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്ലീസ് ബി സീറ്റഡ്.